ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെവൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്നറിയോ? ഈ സ്റ്റേഷൻ നമ്മൾ ഇതിന് മുമ്പ് യാത്രകളൊന്നും തുടങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. നിങ്ങൾക്ക് ബാക്കിൽ ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇത് ആക്ച്വലി ഒരു ഷോർട്ട് യാത്രയാണ്. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്, അമൃത എക്സ്പ്രസ്സിന്. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മളൊരു അടിപൊളി വലിയ യാത്ര പോകുന്നുണ്ട്. ഇത് ആക്ച്വലി ഓണക്കാലത്താണ്, ഇന്ന് പൂരാടം ദിവസമാണ്. നാളെ ഉത്രാടം, മറ്റന്നാളാണ് തിരുവോണം. നമ്മൾ ഈ വർഷത്തെ തിരുവോണം നമ്മൾ ട്രെയിനിലാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോഴേക്കും തീർച്ചയായിട്ടും ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. നമുക്കെന്നാൽ പതുക്കെ പാലക്കാട് ടൗൺ സ്റ്റേഷന് ഉള്ളിലേക്ക് കയറാം. ആക്ച്വലി ഞാൻ വളരെ നേരത്തെയാണ്, 7:55 ഇവിടുത്തെ ട്രെയിന്. ഇപ്പോൾ 6:50 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഏകദേശം 1 മണിക്കൂർ മേലെ സമയം ബാക്കിയുണ്ട്. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് ഇപ്പോൾ ജസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തി. നമുക്കതിന് സ്റ്റേഷനിൽ കയറിയിരിക്കാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഞാൻ പറയാം. പിന്നെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഈ സ്റ്റേഷനിൽ എന്തൊക്കെയോ കുറച്ച് ഡെവലപ്മെൻറ്റ് വർക്കൊക്കെ നടന്നിട്ടുണ്ട്. അതിന് ഫ്രണ്ടിൽ ആക്ച്വലി കുറേ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അതിൽ കുറേയൊക്കെ ഇപ്പോൾ ക്ലിയറായി. ഇപ്പോൾ ഈ ബാക്കി മാത്രമേ ഉള്ളൂ. സ്റ്റേഷന് മുകളിലോട്ട് വലിയൊരു റൂഫൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. നമുക്ക് സ്റ്റേഷനോട് പോയി നോക്കാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 16344 മധുരൈ തിരുവനന്തപുരം സെൻട്രൽ അമൃത എക്സ്പ്രസ്സിനാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ആക്ച്വലി ഓണക്കാലമായിട്ട് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാനത് ലാസ്റ്റ് മിനിറ്റ് ഡിസൈഡ് ചെയ്ത ട്രിപ്പാണ്. ആക്ച്വലി ജസ്റ്റ് ഒരു 2 ആഴ്ച കഷ്ടിച്ച് 2 ആഴ്ച മുമ്പാണ് ട്രിപ്പ് ഡിസൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈ അമൃത എക്സ്പ്രസ്സിന് മാത്രം ജനറൽ കോട്ടയിൽ നമുക്ക് പാലക്കാട് ടൗണിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ജനറൽ കോട്ട കിട്ടും. അങ്ങനെ ജനറൽ കോട്ടയിൽ ടിക്കറ്റ് കിട്ടിയിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് 17 ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്തപ്പോൾ. അത് പിന്നെ വന്ന് ഇന്നലെ വൈകുന്നേരം വെയിറ്റിംഗ് ലിസ്റ്റ് 2ഉം ഇന്നിപ്പോൾ ചാർട്ട് ഇപ്പോൾ RAC വന്നിരിക്കുന്നത്. AC 3 ടയറിൽ RAC വന്നിട്ടുണ്ട്. നമുക്ക് കൺഫേം ആവുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാര്യം എൻ്റെ കൂടെ ഞാൻ ചാർട്ട് നോക്കി എൻ്റെ കൂടുതലുള്ള ആൾ കായംകുളം വരെ ഉള്ളൂ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ കായംകുളം to തിരുവനന്തപുരം നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റേഷന് ഉള്ളിലേക്ക് പോകാം. സ്റ്റേഷന് ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും ഒക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1. ഇപ്പോൾ സമയം 6:56. നമുക്കിനി കൃത്യം 59 മിനിറ്റും ഉണ്ട്. അപ്പുറത്ത് കാണുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2. അതിനപ്പുറത്ത് ഹോപ്പർ വാഗൺ കിടക്കുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 3. അതിൻ്റെ അപ്പുറത്താണ് പിറ്റ് ലൈൻ വരുന്നത്. പിറ്റ് ലൈൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാര്യം ഇരുട്ടായി കഴിഞ്ഞു. അതുകൊണ്ട് പിറ്റ് ലൈൻ ഇവിടെ നിന്ന് കാണിക്കാൻ നിർവാഹമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1ൻ്റെ സൈഡിലായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 1A ഉണ്ട്. 1Aയിലൊരു മെമു കിടക്കുന്ന കാണാം. അത് കോയമ്പത്തൂർ പാലക്കാട് ടൗൺ മെമു ആണ്. അതിന് നാളെ രാവിലെ ഇവിടുന്ന് വീണ്ടും കോയമ്പത്തൂർക്ക് തന്നെ പോകും. അതാണ് 1Aയിൽ കിടക്കുന്നത്. ഒരു ബേ ലൈൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പാലക്കാട് ടൗണിൻ്റെ വിശേഷം. മൊത്തം 4 പ്ലാറ്റ്ഫോം, ഒരു ബേ ലൈൻ പ്ലാറ്റ്ഫോമും 3 റൺ ത്രൂ പ്ലാറ്റ്ഫോമുമായിട്ട് 4 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതായത് നമ്മുടെ വണ്ടിയും അതുപോലെ തന്നെ ട്രിച്ചി എന്നുള്ള പാലക്കാട് ടൗൺ പാസഞ്ചറും എക്സ്പ്രസ്സും രണ്ടും ഒരുമിച്ചാണ് ഏകദേശം ഇവിടെ എത്തുക. പാലക്കാട് ടൗൺ സ്റ്റേഷനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ വെയിറ്റിംഗ് റൂം പോലത്തെ ഫെസിലിറ്റി ഒന്നുമില്ല. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ പൊള്ളാച്ചി എൻഡിലൊരു പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇവിടെ ഒരു ഫസ്റ്റ് ക്ലാസ് വെയിറ്റിംഗ് റൂം എഴുതിയൊരു മുറിയുണ്ട് അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂമിൽ. പക്ഷേ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് റൂം പോലത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിലുള്ള ബെഞ്ചുകളിൽ ഇരിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത്യാവശ്യം ബെഞ്ചുകളുണ്ട്. ഒരുപാട് യാത്രക്കാരൊന്നും ഇവിടുന്ന് കയറാറില്ല. ഇതാണ് ഞാൻ പറഞ്ഞ അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂം. ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. വേറെ ഇവിടെ വെയിറ്റിംഗ് ഫെസിലിറ്റി ഒന്നുമില്ല. കുറച്ച് ബെഞ്ചുകൾ മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ ഒരു ചെറിയ തിരുത്താണ് കേട്ടോ. നമ്മൾ 1Aയിൽ കണ്ടത് കോയമ്പത്തൂർ മെമോ അല്ലായിരുന്നു. കോയമ്പത്തൂർ മെമോ ഇപ്പോൾ ജസ്റ്റ് കയറി വന്നിട്ടേ ഉള്ളൂ. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ റേക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് കൊണ്ടുപോകുമെന്ന് തോന്നുന്നവർ. നമ്മുടെ വണ്ടി പുതുനഗർ എത്തിയിട്ടുണ്ടെന്നാണ് വേറസ്മേ ട്രെയിൻ പറയുന്നത്. ഏകദേശം ഒരു 7:05, 7:10 മുതൽ അവർ നമ്മുടെ വണ്ടിയുടെ കോച്ച് പൊസിഷൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ജസ്റ്റ് വീണ്ടും വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. പാലക്കാട് ടൗൺ സ്റ്റേഷനെ പറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് വിവരം കൂടി പറയാനുള്ളത്, ഇവിടെ ഭക്ഷണമൊന്നും കിട്ടില്ല കേട്ടോ. ഇവിടെ ആകൂടി ഈ ഒരു സ്റ്റോൾ മാത്രമേ ഉള്ളൂ. ഈ സ്റ്റോൾ ഒരല്പം മുമ്പാണ് തുറന്നത്. ഒരു 15 മിനിറ്റ് മുമ്പാണ് തുറന്നത്. ട്രെയിൻ വരുന്നതിന് കുറച്ച് മുമ്പേ തുറക്കുള്ളൂ. ഇവിടെ വെള്ളം മുതൽ പാക്കേജ് സാധനങ്ങളൊക്കെ കിട്ടും. വേറെ ഭക്ഷണമൊന്നും കിട്ടില്ല. അപ്പോൾ എല്ലാം കഴിച്ചിട്ട് വരണം കേട്ടോ എന്നിട്ട്. അപ്പോൾ ഈ കിടക്കുന്നതാണ് കോയമ്പത്തൂരിൽ നിന്ന് വന്ന മെമു. ഇങ്ങനെ എനിക്കൊന്ന് പാലക്കാട്ടേക്ക് കൊണ്ടുവന്നവർ പാലക്കാട് കൊണ്ടുപോയിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടി എടുക്കാൻ പോകുന്നത്. സിഗ്നൽ കാണിക്കാനുള്ള സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ല കട്ട പോസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം ഇപ്പോൾ മെമുവിൻ്റെ ക്രൂ ഇപ്പോൾ ജസ്റ്റ് മാറിയുള്ളൂ. ഇവിടുത്തെ അതിൻ്റെ മോട്ടർമാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഫ്രണ്ടിലോട്ട് നടന്ന് പോയിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഗാർഡ് ജസ്റ്റ് ഒന്ന് കയറി, അത്രേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ റേക്ക് ഇവിടുന്ന് പുറത്തോട്ട് പോയിട്ട് വേണം നമ്മുടെ അമൃത കയറി വരാൻ. അപ്പോൾ നല്ല ഗ്രാൻഡ് പണി കിട്ടാൻ പോകണം. അമൃത എനിക്കൊന്ന് ഹോം സിഗ്നലിൽ എത്തിയെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്ലാറ്റ്ഫോം മാറ്റാണ്ടിരുന്നാൽ മതി. സമയം 7:57. ഇത് റേക്ക് പുറത്തോട്ട് പോയിട്ടില്ല കേട്ടോ.
ഇനിയിപ്പോൾ ഇതെപ്പോൾ പോകുന്ന ഒരു പിടിയില്ല. അവിടെ അങ്ങ് അറ്റത്തായിട്ടൊരു പച്ച ഫ്ലാഷർ കാണാനുണ്ട്. ഈ ട്രിച്ചി എക്സ്പ്രസ് വരാനുണ്ട്. മെമു പതുക്കെ മുന്നോട്ട് അനങ്ങുന്നുണ്ട്. അപ്പുറത്തുനിന്ന് ഏതോ ഒരു ട്രെയിൻ കയറി വരുന്നുണ്ട്. ഒരു ലൈറ്റ് കാണാനുണ്ട് അപ്പുറത്തുനിന്ന്. അപ്പുറത്തുനിന്നൊരു വാപ്ഫോർ ഹോൾഡ് ട്രെയിൻ കയറി വരുന്നുണ്ട്. 22712 ആണ് ലോക്കോ. അത് മിക്കവാറും ട്രിച്ചി പാലക്കാട് ടൗൺ എക്സ്പ്രസ് ആയിരിക്കും. അപ്പോൾ അത് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അതായത് നമ്മുടെ അമൃതയ്ക്ക് പെട്ടെന്ന് ഇനി ഇറങ്ങി പോകാൻ പറ്റും. കാര്യം പാലക്കാട് ടൗൺ മുതൽ പാലക്കാട് ജംഗ്ഷൻ വരെ സിംഗിൾ ലൈൻ സെക്ഷനാണ്. അപ്പോൾ അങ്ങനെ മെമു പോവായി. ഗാർഡത്തെ പച്ച സിഗ്നലും വീശി ഹോണും അടിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ മെമു ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് അമൃതയെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എടുക്കാം. ഇപ്പം പാലക്കാട് എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതായത് അവരുടെ മറ്റേ ബേ ലൈൻ പ്ലാറ്റ്ഫോമിൽ വേറൊരു മെമ്മറിയൊക്കെ കിടക്കുന്നുണ്ട്. എനിക്കൊന്ന് സ്പെയർ റേക്കാന്ന് തോന്നുന്നു. അത് കിടക്കുന്നതാണ് പ്രശ്നമായത്. അത് കിടക്കുന്നതുകൊണ്ട് അവർക്ക് ഈ മെമ്മോനെ അവിടെ എടുക്കാൻ പറ്റിയില്ല. ഈ മെമ്മോനെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി. അപ്പോൾ ഇവിടെ ആകെ 4 പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലും 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ഹോപ്പർ വാഗൺ ട്രെയിൻ കിടക്കുകയാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റില്ല. എന്തായാലും മെമ്മു പോയി. അപ്പോൾ അങ്ങനെ സമയം ഇപ്പോൾ 8:07 മെമ്മു ഇറങ്ങിപ്പോയി. മെമ്മു ക്ലിയറായി. നമ്മുടെ ട്രെയിൻ വരും എന്നിപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു. ട്രെയിൻ കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു ഹോണടി കേട്ടായിരുന്നു. അവിടെ ട്രിച്ചി എക്സ്പ്രസിൻ്റെ ലോക്കോ ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്തിട്ടു. സമയം ഇപ്പോൾ 8:10 നമ്മുടെ അമൃത എക്സ്പ്രസ് ജസ്റ്റ് കയറി വരുന്നുണ്ട്. ഒരു വാപ്സോനാന്ന് തോന്നുന്നു ലോക്കോ. കണ്ടിട്ട് വാപ്സോൻ പോലെ ഉണ്ട്. കാരണം മിഡ് മൗണ്ട് ഹെഡ് ലാമ്പ്സ് ആണ്. പാലക്കാട് ടൗൺ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാലക്കാട് ടൗൺ സ്റ്റേഷൻ पर आपका स्वागत है. वेलकम टू പാലക്കാട് ടൗൺ സ്റ്റേഷൻ. ലാലഗുഡ ഷെഡിൻ്റെ 37540 ആണ് ലോക്കോ. ഇതാണ് മധുരൈ ജംഗ്ഷൻ തിരുവനന്തപുരം സെൻട്രൽ അമൃത എക്സ്പ്രസ്. ഇപ്പോൾ ഇനം പാലക്കാട് ജംഗ്ഷനിൽ വെച്ച് തന്നെ റിവേഴ്സലുണ്ട്. അപ്പോൾ റിവേഴ്സലാവുന്ന സമയത്ത് നമുക്ക് ലോക്കോ ഒക്കെ വീണ്ടും കാണാം. അപ്പോൾ അതാ നമ്മുടെ കോച്ച് എത്താറായി. നമ്മൾ B2-ലാണ്. B2 141123 ആണ്. WGACCN 141123. ഇതാണ് നമ്മുടെ കോച്ച്. 55 നമ്മുടെ ബർത്ത്. കോച്ച് പൊസിഷൻ മാറിയെന്ന് തോന്നുന്നു. മുന്നോട്ട് പോകുന്നു. സമയം 8:15 ഇപ്പോൾ പാലക്കാട് ടൗണിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ പോയിട്ട് നമ്മൾ റിവേഴ്സ് ചെയ്യും. പാലക്കാട് ജംഗ്ഷനിൽ റിവേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ടുവേർഡ്സ് തിരുവനന്തപുരം പോകും. അപ്പോൾ ഈ അമൃത എക്സ്പ്രസ്സിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി ഞാൻ പറയാം. 2001 ഈ ട്രെയിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2001 തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് ടൗണിലേക്ക് ഒരു ട്രെയിനാണ് തുടങ്ങുന്നത്. അന്നത്തെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ റെയിൽവേ ശ്രീ O രാജഗോപാലിൻ്റെ താല്പര്യപ്രകാരമാണ് ട്രെയിൻ തുടങ്ങുന്നത്. പുള്ളി ഒരു അമൃതാനന്ദമായിക്ക് ഒരു ഡെഡിക്കേഷൻ എന്നുള്ള രീതിക്കാണ് അമൃത എക്സ്പ്രസ് എന്നുള്ള പേരിൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. 2011 മുതൽ ഈ ട്രെയിനിൻ്റെ കൂടെ സ്ലിപ്പ് കോച്ചസ് ആയിട്ടാണ് രാജ്യറാണി എക്സ്പ്രസ് തുടങ്ങുന്നത്. ഈ ട്രെയിൻ അന്ന് തുടങ്ങിയ കാലത്ത് തിരുവനന്തപുരത്ത് തുടങ്ങി ഷൊർണൂർ റിവേഴ്സ് ചെയ്തിട്ട് പാലക്കാട് ജംഗ്ഷനിൽ റിവേഴ്സ് ചെയ്തിട്ടാണ് ഇത് പാലക്കാട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിന് 2019 മുതലിന് ഷൊർണൂരിൽ റിവേഴ്സിൽ എടുത്ത് കളഞ്ഞു. ട്രെയിൻ ഒറ്റപ്പാലം വഴി നേരെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ അതിന് മുമ്പ് തന്നെ 2015 ഈ ട്രെയിൻ പൊള്ളാച്ചിയിലേക്കും 2017 ഈ ട്രെയിൻ മധുരയിലേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ടൗണിൽ നിന്ന് പുറത്തിറങ്ങാണ്. ഈ കോച്ചിൽ ഇപ്പോൾ ഉള്ള യാത്രക്കാരിൽ ഒരുവിധം നല്ലൊരു ശതമാനം യാത്രക്കാരും പാലക്കാട് ജംഗ്ഷനിൽ ഇറങ്ങും. അവിടുന്ന് പുതിയ യാത്രക്കാർ കയറുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പാലക്കാട് ടൗണിൽ നിന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചു. നമുക്കിനി പാലക്കാട് ജംഗ്ഷനിൽ റിവേഴ്സിൽ കാണാം.
അപ്പോൾ നമ്മൾ ജസ്റ്റ് പാലക്കാട് ജംഗ്ഷനിലേക്ക് കയറാൻ പോകുന്നു. ഇവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ടാവാറുണ്ട്. ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ലൈൻസ് കാണാം, ഷൊർണൂർ ഭാഗത്തുനിന്ന് വരുന്നത്. നമ്മൾ അതിലോട്ട് നമ്മളിനി തിരിച്ച് കയറിപ്പോകും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ വരുന്ന ലൈനുകളാണ് മെയിൻ ലൈൻസ്. നമ്മൾ ജസ്റ്റ് പാലക്കാട് ജംഗ്ഷനിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ കാണുന്നതാണ് ഷൊർണൂർ ഭാഗത്തുനിന്ന് വരുന്ന മെയിൻ ലൈൻ. ഇതൊക്കെ പകലൊരിക്കലും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി കാണിക്കുന്നതെന്ന് മാത്രം. ഈ ട്രെയിൻ സ്ഥിരമായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 3ലാണ് എടുക്കാറ്. ഇന്നും പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് തന്നെ പോകുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 3ൽ നമ്മളിനി കിടക്കും. നമുക്കിനി ഏകദേശം 8:50 നമ്മൾ പോകുള്ളൂ. 8:26 ആവുന്നേ ഉള്ളൂ. 8:50 കഴിഞ്ഞിട്ട് നമ്മളിവിടെ 8:50 8:55 മറ്റാണ് ഇവിടെ നിന്നുള്ള ഡിപ്പാർച്ചർ ടൈം. അപ്പോൾ കുറച്ചധികം നേരം നമുക്കിവിടെ ഹോൾട്ട് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ ലോക്കോ ചേഞ്ച് ഉണ്ടാവും. നമുക്ക് ലോക്കോ ചേഞ്ചിന് പോയി കാണാം. അങ്ങനെ അവിടെ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തി. അപ്പോൾ സമയം ഇപ്പോൾ 8:27 നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ഏകദേശം ഒരു 20 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. നമുക്ക് ലോക്കോ ചേഞ്ചൊക്കെ അപ്പോൾ അതൊക്കെ കാണാൻ പോകാം. പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ പുതുതായിട്ട് കമ്മീഷൻ ചെയ്ത എസ്കലേറ്ററും പടിയുമാണിത്. പടി പഴയതാണ്, എസ്കലേറ്റർ പുതുതായിട്ട് കമ്മീഷൻ ചെയ്താണ്. മുകളിൽ ലിഫ്റ്റും ഉണ്ട്. അൺറിസർവ്ഡ് കോച്ചിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. അൺറിസർവ്ഡ് കോച്ചൊക്കെ അടിപൊളി തിരക്കാണ്. ഫുൾ സ്റ്റാൻഡിങ് ആണ്, സ്ഥലമൊന്നും ഇനി ബാക്കിയില്ല. നമ്മുടെ ലോക്കോ ഇതിൽ റിവേഴ്സായി വന്നിട്ടില്ല. ഫ്രണ്ടിലൊരു എക്സ്ട്രാ സ്ലീപ്പർ കോച്ചും കൂടെ ഉണ്ട്, ലോക്കോന് തൊട്ട് പുറകിലായിട്ട് വരുന്ന പോലെ. അപ്പോൾ നമ്മുടെ ട്രെയിനിന് ഇനി വർക്ക് ചെയ്യാനുള്ള ലോക്കോ നേരത്തെ വന്ന അതേ ലോക്കോ തന്നെ ഒന്ന് റിവേഴ്സ് ചെയ്ത് വരികയെന്ന് തോന്നുന്നു. ലോക്കോ ജസ്റ്റ് ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്. കണ്ടിട്ട് അതേ ലോക്കോ ആണെന്നാണ് തോന്നുന്നത്, റിവേഴ്സ് ചെയ്ത് വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കപ്ലിങ്ങിനുള്ള സ്റ്റാഫൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുതന്നെ വാപ്സാൻ തന്നെയാണ് ലല്ലഗുഡ ഷെഡിൻ്റെ അതേ ലോക്കോ തന്നെയാണ്. അതിനെ റിവേഴ്സ് ചെയ്ത് ഇനി ഈ ലോക്കോണ് ട്രിവാൻഡ്രം വരെ വർക്ക് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് എത്തിക്കാൻ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പോയി ലോക്കോ ഒന്ന് കണ്ടിട്ട് തിരിച്ച് നമ്മുടെ കോച്ചിലേക്ക് പോകാം. സമയം ഇപ്പോൾ 8:49 ആയിട്ടുണ്ട്. 8:55 ഇവിടുന്ന് പുറപ്പെടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ, ലല്ലഗുഡയുടെ 37540. ജസ്റ്റ് കപ്ലിംഗ് നടക്കുന്നുള്ളൂടെ. ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ ഒന്ന് എടുത്തിട്ട് അങ്ങ് പോയേക്കാന്ന് വെച്ചു, തിരിച്ച് കോച്ചിൽ പോയിരുന്നേക്കാന്ന് വെച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടിക്കറ്റ് RAC ആണ്, കൺഫേം ആയിട്ടില്ല ഇതുവരെ. കോ പാസഞ്ചർ കയറിയിട്ടുണ്ട്. അപ്പോൾ ചാർട്ട് പ്രകാരം കോ പാസഞ്ചർ കായംകുളം വരെയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കായംകുളം മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ചെറുതായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ കായംകുളം വരെ ബർത്ത് കൺഫേം ആയില്ലെങ്കിൽ ഇരുന്ന് തന്നെ പോകേണ്ടി വരും. അങ്ങനെ ഇരുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ എത്തുന്ന സ്റ്റേഷൻസ് എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പാലക്കാട് എത്തുമ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 3-4 ഫുഡ് ട്രാക്കിൽ നിന്ന് ഒരു കോഫി മേടിക്കാനുള്ള ശീലം എനിക്കുണ്ട്. നല്ല കാപ്പിയാണ് ഇവിടുത്തെ. അപ്പോൾ അങ്ങനെ കോഫി എൻജോയ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ സ്റ്റാർട്ടർ ഇതൊരായിട്ടില്ല. സ്റ്റാർട്ടർ ഇപ്പോഴും റെഡാണ്. ലോക്കോ കപ്ലിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ സ്റ്റാർട്ടർ ഏത് സമയത്ത് മാറാം. നമ്മുടെ ഈ ട്രെയിനിനെ പറ്റി ഒരു ചെറിയ ട്രൈവിയ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. തിരുവനന്തപുരം ഹോം ബേസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓവർനൈറ്റ് ട്രെയിനുകളിൽ ഇന്നും LHB കോച്ച് ഉപയോഗിച്ച് ഓടുന്ന ഏക വണ്ടി ഇതാണ്. അമൃത എക്സ്പ്രസിൻ്റെ റേക്കും കൂടി മാറിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ കോച്ചിങ് ഡിപ്പോയിൽ നിന്നുള്ള എല്ലാ ഓവർനൈറ്റ് ട്രെയിനുകളും LHB ആവും. നമ്മുടെ സ്റ്റാർട്ടർ ജസ്റ്റ് പച്ചയായി നമുക്കൊന്ന് വണ്ടിക്കകത്തോട്ട് കയറിയേക്കാം. ഇത് നമ്മുടെ ഇപ്പുറത്തുള്ളതാണ് പ്ലാറ്റ്ഫോം നമ്പർ 4ഉം 5ഉം. ഇപ്പോൾ 4ലേക്ക് നമ്മുടെ ചെന്നൈ മെയിൽ കയറി വരുന്ന അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. മാംഗ്ലൂർ ചെന്നൈ മെയിൽ. അവിടുന്ന് ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ലൈറ്റ് കാണാനുമുണ്ട്. ലോക്കോൻ്റെ ലൈറ്റാണോ ഹൈമാസ്റ്റ് ലൈറ്റാണോ മനസ്സിലാവുന്നില്ല. അപ്പോൾ കയറി വരുന്നത് മിക്കവാറും മംഗളൂരു സെൻട്രൽ, ഡോക്ടർ MGR ചെന്നൈ സെൻട്രൽ മെയിൽ സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും. ഈ ട്രെയിൻ ഒരു end to end ട്രിപ്പ് വേണം ഞാൻ കുറച്ച് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെന്നൈയിൽ നിന്ന് മാംഗ്ലൂരിലൊരു ട്രിപ്പിനുള്ളൊരു ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ നമ്മളത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് അനങ്ങി തുടങ്ങി. സമയം ഇപ്പോൾ 9:03. മീൻ വൈൽ ഓപ്പോസിറ്റ് ലൈനിൽ നമ്മുടെ മംഗളൂരു സെൻട്രൽ, ഡോക്ടർ MGR ചെന്നൈ സെൻട്രൽ മെയിൽ സൂപ്പർ ഫാസ്റ്റ് കയറി വരുന്നുണ്ട്. ഇന്ന് വാപ്പ് 4 ആണ്. ഇതിന് 2297 EDDXൻ്റെ. ഈ ട്രെയിനിന് സാധാരണഗതിയിൽ സ്ഥിരമായിട്ട് വാപ്പ് 7 കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഇപ്പോൾ കുറച്ചായിട്ട് തന്നെ വാപ്പ് 4 ആണ് സംഭവം. ജസ്റ്റ് അപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോം കൂടെ ഒന്ന് കണ്ടേക്കാം, നമ്മുടെ ഡിപ്പാർട്ടിൻ്റെ പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ ഒരു ഫ്രൈറ്റർ നടപ്പുണ്ട്. ഒരു ലേഡി ലേറ്റായിട്ട് കയറാൻ വന്നിട്ട് അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് ട്രെയിൻ മിസ്സാണ്. ഈ ട്രെയിൻ ഇന്ന് പറയുമ്പോൾ 5 മിനിറ്റിന് മേലെ ലേറ്റാണ്. 6 മിനിറ്റിനടുത്ത് ലേറ്റാണ് ട്രെയിൻ.
ഇത്രയൊക്കെ വൈകി വന്നിട്ട് ട്രെയിൻ കിട്ടിയില്ല എന്ന് പറയുന്നത് എന്താ പറയുക. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ നേരത്തെ വന്നാൽ RAC ആണ്. RAC കൺഫേം ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മിക്കവാറും ഇന്ന് രാത്രി മൊത്തം നമ്മൾ കാഴ്ച കണ്ടിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതായിരുന്നു പാലക്കാട് ജംഗ്ഷൻ. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഒറ്റപ്പാലത്താണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ. അപ്പോൾ ഇതാണ് പൊള്ളാച്ചി ഭാഗത്തേക്കുള്ള ലൈൻ. ഈ ലൈൻ വഴിയാണ് ഈ ട്രെയിൻ വന്നത്. ഇത്രേ കാണുള്ളൂ. അപ്പം നമുക്ക് അടുത്ത സ്റ്റേഷൻ എത്തിയിട്ട് കാണാം. അവിടെ നിന്ന് മറ്റേ തിരുച്ചെന്തൂർ എക്സ്പ്രസ് ഒന്ന് വരുന്നുണ്ട്. അവിടെ നിന്ന് ലൈറ്റ് വരുന്ന കാണാം. കുറച്ച് നേരത്തെ വന്നിട്ട് നമുക്ക് ആ ട്രെയിൻ കൂടെ കാണാമായിരുന്നു. അത് മറ്റേ തിരുച്ചെന്തൂർ പാലക്കാട് എക്സ്പ്രസ്സാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റപ്പാലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി അകത്ത് TT വന്നായിരുന്നു. TT വന്ന സമയത്ത് ട്രെയിൻ ഒറ്റപ്പാലത്തേക്ക് കയറി വന്നത്. അതുകൊണ്ട് ഇവിടെ എൻട്രി മിസ്സായി. മഴ പെയ്യുന്നുണ്ട്. മഴക്കാലത്ത് തന്നെ മഴ പെയ്യാൻ എന്ത് പെയ്യും അല്ലേ. നമ്മുടെ കോച്ചിനകത്ത് RAC ഒരെണ്ണം പോലും ക്ലിയർ ആയിട്ടില്ല എന്നാണ് TT പറഞ്ഞത്. അപ്പോൾ വലിയ പ്രതീക്ഷയ്ക്കുള്ള വകയില്ല. എൻ്റെ കൂടെയുള്ള പാസഞ്ചർ കായംകുളത്ത് ഇറങ്ങുന്നുണ്ട്. എനിക്കത് കഴിയുമ്പോൾ കുറച്ച് നേരം ഉറങ്ങാനുള്ള വകയുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വലിയ വകയൊന്നും പ്രതീക്ഷയ്ക്കുള്ള വകയൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റപ്പാലത്തേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 9:28. ഇതാണ് സ്റ്റേഷൻ്റെ മറുപുറം. ഇവിടെയൊക്കെ മറ്റേ ഡിജിറ്റൽ കോച്ച് പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്ത് നിൽക്കുക കേട്ടോ. നമ്മൾ നൈറ്റ് വ്ളോഗ്സ് ചെയ്യാൻ പതിവില്ലാത്തതാണ്. പിന്നെ നൈറ്റ് വ്ളോഗാണ്. നമുക്ക് RAC ആണ്ട് ഉറങ്ങാൻ സാധ്യതയില്ലല്ലോ. നൈറ്റ് വ്ളോഗാണ്. ഒറ്റപ്പാലത്ത് നിൽക്കുകയാണ്. നമ്മൾ ആക്ച്വലി ബിഫോർ ടൈം എത്തിയായിരുന്നു. സമയം ഇപ്പോൾ 9:30 ആയിട്ടുള്ളൂ. 9:35 ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ബിഫോർ ടൈം 9:28 ഇവിടെ എത്തി. 9:33 നമ്മുടെ ഷെഡ്യൂൾഡ് അറൈവൽ ടൈം. 9:35 ഇവിടെ നിന്ന് പോകത്തുള്ളൂ. മഴയാണ്. ഒരുപാട് നേരം ഞാൻ പുറത്ത് നിൽക്കുന്നില്ല, ഞാൻ പാത്തോട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ നൈറ്റ് വ്ളോഗിങ് ചിലപ്പോൾ അവസാനിക്കും കേട്ടോ. നമ്മുടെ RAC ക്ലിയറായി. ലോവർ ബർത്ത് ഒന്ന് കിട്ടിയാണ് 60. നോക്കട്ടെ, എനിക്ക് നൈറ്റ് വ്ളോഗ് ചെയ്താൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി അങ്ങോട്ട് ഉള്ള സ്റ്റേഷൻസൊക്കെ ഞാൻ കവർ ചെയ്ത് പോകാം. 60 നമ്പറാണ്, ലോവർ ബർത്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോറിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ കൃത്യസമയമായ 9:35 നമ്മൾ ഒറ്റപ്പാലത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ A ക്യാബിൻ കടന്നു. യശ്വന്ത്പൂർ എക്സ്പ്രസ് അല്പം മുമ്പ് നമ്മൾ ക്രോസ് ചെയ്തു. ഇനിയിപ്പോൾ ചെന്നൈ മെയിൽ ക്രോസ് ചെയ്യാനുണ്ട്. തിരുവനന്തപുരം ചെന്നൈ മെയിൽ. അതാണോ നീ വരുന്നത്? ഇതായിരുന്നു തിരുവനന്തപുരം ചെന്നൈ മെയിൽ, നമ്മുടെ നമ്പർ 20 മദ്രാസ് മെയിൽ. ഇതാണ് ഭാരതപ്പുഴ B ക്യാബിൻ. ഇത് കഴിഞ്ഞാൽ നമ്മൾ പാലത്തിലേക്ക് കിടക്കും. പാലത്തിൽ വെളിച്ചം തീരെയില്ല. ആ കാണാനാണ് റോഡ് പാലം. വെള്ളം താന്നിട്ടുണ്ട് നന്നായിട്ട്. നമ്മൾ കഴിഞ്ഞ യാത്ര പോകുന്ന അത്രയും വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം ഡിവിഷനിലേക്ക് കയറുകയായി. ഇനിയും നമുക്ക് കുറേ നേരം 80 km/h യാത്രയുണ്ട്. പിന്നെ നമുക്ക് തൃശ്ശൂർ എത്തിയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂർ, നമ്മുടെ സ്വന്തം തൃശ്ശിവപ്പേരൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശിവപ്പേരൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്. ഒരു ഡോർ ഓക്യുപ്പൈഡാണ്. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് പ്ലാറ്റ്ഫോം കാണിക്കാൻ ഒരു വഴിയില്ല. ജസ്റ്റ് തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കയറി. അത്യാവശ്യം എഹെഡ് ഓഫ് ടൈമാണ് വണ്ടി. ഇവിടെ 10:30 നമ്മുടെ അറൈവൽ ടൈം. 10:23 ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ എന്തായാലും കിടക്കും. അപ്പോൾ അങ്ങനെ 10:24
നമ്മൾ തൃശ്ശൂരിലെത്തി. 10:35 നമ്മളിവിടുത്തെ ഷെഡ്യൂൾഡ് അറൈവൽ ടൈം. അപ്പോൾ നമ്മൾ 11 മിനിറ്റ് ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. അപ്പോൾ ഇനി 11 മിനിറ്റ് നമ്മളിവിടെ കിടക്കും. വേറെ വഴിയൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം യാത്രക്കാർ കയറാനുണ്ട്, അത്യാവശ്യം കുറച്ച് പേര് ഇറങ്ങാനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തി വെയിറ്റ് ചെയ്യാണ്. തൃശ്ശൂരിൽ നിന്ന് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അത്യാവശ്യം നല്ലോണം ബിഫോർ ടൈമാണ്. നമ്മൾ ഏകദേശം 11 മിനിറ്റ് നേരത്തെ എത്തിയായിരുന്നു. അപ്പോൾ ഇപ്പോഴും തൃശ്ശൂർ വെയിറ്റിംഗ് ആണ്. വണ്ടിക്ക് അത്യാവശ്യം നല്ലോണം സ്ലാക്കുള്ളൊരു ഷെഡ്യൂളാണിത്. അപ്പോൾ ഇത് കുറച്ചധികമായിട്ട് ഇപ്പോൾ എന്താ പറയുക, പാലക്കാട് നേരത്തെ എത്തിയായിരുന്നു. പാലക്കാട് ടൗണിൽ ലേറ്റ് ആയിരുന്നു, പക്ഷേ പാലക്കാട് ജംഗ്ഷനിൽ നേരത്തെ എത്തിയായിരുന്നു. ഒറ്റപ്പാലം നേരത്തെ എത്തിയായിരുന്നു. അപ്പോൾ തൃശ്ശൂർ നേരത്തെ എത്തിയിരിക്കുകയാണ്. നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ലൈനിൽ ഗരീബ്രത്ത് എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അറൈവൽ ഒന്ന് കണ്ടേക്കാം. ഇത് തിരുവനന്തപുരം നോർത്തിൽ നിന്നും യശ്വന്ത്പൂരിലേക്ക് വന്ന 122:58 12258 കൊച്ചുവേളി യശ്വന്ത്പൂർ ഗരീബ്രത്ത് എക്സ്പ്രസ് ആണ്. അതായത് തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ ഗരീബ്രത്ത് എക്സ്പ്രസ് ആണ് ആ കയറി വരുന്നത്. അപ്പോൾ ആ കയറി വരുന്നതാണ് 122:58 തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ ഗരീബ്രത്ത് എക്സ്പ്രസ് 39434 കൃഷ്ണരാജവംശ തന്നെയാണ്. ഈ ഒരു ട്രെയിനിൽ ഫ്രീക്വൻ്റ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ്, ഡിജിറ്റൽ ബോർഡ്സിൻ്റെ വർക്കിംഗ് ആണ്. മിക്കവാറും എല്ലാ കോച്ചിനും വർക്കിംഗ് അല്ല, ഒരുവിധം കോച്ചുകളുടെയൊക്കെ വർക്കിംഗ് ആണ്. അത്യാവശ്യം കറക്റ്റായിട്ട് കോച്ച് നമ്പറും അതുപോലെ ട്രെയിൻ നമ്പറൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ബോർഡ് അത്യാവശ്യം വർക്കിംഗ് ആണെന്നുള്ള കണ്ടോ. കോച്ച് നമ്പർ കാണിക്കുന്നുണ്ട്, G2 എന്നുള്ള കോച്ച് നമ്പർ കാണിക്കുന്നുണ്ട്, പിന്നെ ട്രെയിൻ നമ്പർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ 12257 ആണ് കാണിക്കുന്നത്. ഇപ്പോൾ 12258 ആയിട്ട് തിരിച്ചു പോയി. അത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബാക്കിയെല്ലാം ഇതിൽ ഡിസ്പ്ലേ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ അറൈവൽ ടൈം കഴിഞ്ഞു. നമ്മൾ 38-നാണ് ഇവിടെ നിന്ന് പോവുക. അതാണ് ഇനി 2 മിനിറ്റും കൊണ്ട് നമുക്ക് പുറപ്പെടാൻ. സമയം 10:37. നമുക്ക് പോകാനുള്ള സ്റ്റാർട്ടറായിട്ടുണ്ട്, പച്ച സിഗ്നലായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ കൃത്യസമയമായ 10:38 നമ്മൾ തൃശ്ശൂരിൽ നിന്നും പുറപ്പെടുകയായി. തൃശ്ശൂരിൽ നിന്ന് ജസ്റ്റ് അനങ്ങി തുടങ്ങി, ഇത്രയായി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ആലുവയിലാണ്. അത് കഴിഞ്ഞാൽ എറണാകുളം ടൗണിലാണ്. Second, general compartment. Third, general compartment. Fourth, HE1. First, AC. From AC2 tier. Fifth, extra coach. Sixth, E1. AC2 tier. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ആലുവ വരെ സ്റ്റോപ്പൊന്നുമില്ല. അടുത്ത സ്റ്റോപ്പ് നമ്മൾ ആലുവയിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പുള്ളത് എറണാകുളം ടൗണിലാണ്. അപ്പോൾ എന്തായാലും എറണാകുളം ടൗൺ വരെ കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ചെറുതായിട്ട് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ആലുവയും എറണാകുളം ടൗണും കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിയുന്നിടത്തോളം ഞാൻ കാണിക്കും കേട്ടോ. ഞാൻ ഉറങ്ങാണ്ട് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്നാണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. തേപ്പ് കിട്ടിയൊരു പാവം പ്രമുഖനാണ് ഓപ്പോസിറ്റ് ലൈനിൽ. 12224 നമ്മുടെ എറണാകുളം ലോക്മാന്യ തിലക് ടെർമിനസ് ദുരന്തോ എക്സ്പ്രസ് ആണത്. നമ്മൾ ഈ വണ്ടിക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വണ്ടിക്ക് കോഴിക്കോട് നിന്ന് ലോക്മാന്യ തിലക് ടെർമിനസ് വരെ AC 3 tier ഒരു യാത്ര പോയിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ജസ്റ്റ് അങ്കമാലി സ്റ്റേഷനിലൂടെ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് സ്റ്റോപ്പില്ല ഇവിടെ, നമ്മൾ മെയിൻ ലൈനിൽ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്കിവിടെ സിഗ്നൽ ആയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഹോം സിഗ്നൽ ജസ്റ്റ് ഒന്ന് നിർത്തിയായിരുന്നു. അല്പം നേരം ഒന്ന് ഹോം സിഗ്നലിൽ കിടന്നായിരുന്നു. ഹോമിൽ നിന്ന് ഇപ്പോൾ ജസ്റ്റ് എടുത്ത് അകത്തോട്ട് കയറുന്നു, അത്രയായിട്ടുള്ളൂ. നമ്മുടെ തൊട്ട് മുന്നായിട്ട് 16348 മാംഗ്ലൂർ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് പോയിട്ടുണ്ട്. അതാണെങ്കിൽ അത്യാവശ്യം നല്ല ലേറ്റാണത്. അത് നമ്മുടെ ജസ്റ്റ് ഒരു ബ്ലോക്ക് മുന്നിലായിട്ടുണ്ട്. അപ്പോൾ അവൻ നമുക്ക് ഏകദേശം ഷൊർണൂർ പാസ്സായപ്പോൾ, ഷൊർണൂർ B കഴിഞ്ഞപ്പോൾ നമുക്ക് പണി വരുന്നുണ്ട്. നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് അവൻ. എന്നിട്ട് നമ്മൾ തൃശ്ശൂർക്ക് ബിഫോർ ടൈം എത്താൻ നമുക്ക് പറ്റി. എനിക്ക് തോന്നുന്നു ഇനി നമ്മളങ്ങ് തിരുവനന്തപുരം എത്തുന്നവരെ അതിൻ്റെ പുറകെ ഈ ഉരുട്ടലായിരിക്കും മിക്കവാറും ഉരുളാൻ പോകുന്നത്. എനിക്കറിയില്ല നമ്മളവനെ ഓവർടേക്ക് ചെയ്യുമോന്ന്. ഓവർടേക്ക് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ എൻ്റെ അറിവിൽ ഓവർടേക്ക് ഇല്ല. സ്കെഡ്യൂൾ പ്രകാരം അവൻ തന്നെയാണ് ഫ്രണ്ടിൽ പോകേണ്ടത്. ഇവിടെ ഇപ്പോൾ അങ്കമാലിയിൽ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ഇത് നമുക്ക് സ്റ്റാർട്ടർ കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ അങ്കമാലി അല്പസമയത്തിനുള്ളിൽ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് വരും. അപ്പോൾ അതിന് കയറാനുള്ള യാത്രക്കാരാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. ഓണക്കാലം ആയതുകൊണ്ട് എല്ലാ വണ്ടിക്കും തിരക്കാണ്. ഒരു വണ്ടിക്കും ടിക്കറ്റ് സത്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതിനകത്ത്
ജനറൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ 17-ാം നമ്പർ കണ്ടത്. അങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തത്. കാര്യം ഈ ട്രെയിൻ തന്നെ ഞാൻ പാലക്കാട് ജംഗ്ഷനിൽ നോക്കിയപ്പോൾ റിഗ്രറ്റ് ആയിരുന്നു. പാലക്കാട് ടൗൺ അടിച്ച് നോക്കിയപ്പോഴാണ് ടിക്കറ്റ് കിട്ടിയത്. കാരേക്കൽ എക്സ്പ്രസ് വരികയാണ് ഇവിടെ. എറണാകുളം കാരേക്കൽ എക്സ്പ്രസ് 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് സ്വിച്ച് ചെയ്ത് നമുക്ക് നോക്കാം അത് കാണാൻ പറ്റുമെന്ന്. അതാണ് എറണാകുളം കാരേക്കൽ എക്സ്പ്രസ്, അതുപോലെ നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസ്. നമുക്കെന്നാൽ പെട്ടെന്ന് എയർപോർട്ട് കണ്ടേക്കാം. എയർപോർട്ട് എത്താറായിട്ടുണ്ട്. നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മൾ ഈ കോച്ചിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി വാതിൽ തുറക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് തിരിച്ച് സീറ്റിൽ പോകുന്നതിന് മുമ്പ് ഡോർ അടയ്ക്കാൻ മറക്കരുത്. ഇപ്പം നമ്മൾ നമ്മുടെ മനോഹരിയായ കൊച്ചി എയർപോർട്ടിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് നേരത്തെ നന്നായിട്ട് മഴ പെയ്ത് പോയിട്ടുണ്ട്. കാര്യം റോഡിലും അതുപോലെ സോളാർ പാനൽസൊക്കെ നിറച്ച് വെള്ളം കാണാം. ഇവിടെ ഈ ഗ്രീൻ കളർ ലൈറ്റ് ഉണ്ടോ? ഗ്രീൻ കളർ ലൈറ്റിൽ ആക്ച്വലി അവർ സിയാലിനാണ് എഴുതിയിരിക്കുന്നത്, CIAL എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിക്കൊന്നും ഇത് മുകളിൽ നിന്ന്, അതായത് എയർക്രാഫ്റ്റ്സിൽ നിന്ന് കാണുമ്പോൾ വായിക്കാൻ വേണ്ടി തോന്നുന്നു അങ്ങനെ എഴുതിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അവിടെ നിന്ന് ഒരു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ആണോ ലാൻഡിംഗ് ആണോ എനിക്കറിയാം. ടേക്ക് ഓഫ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുകളിൽ കൂടെ പോകുന്നത്. ലാൻഡിംഗ് ആണെന്ന് തോന്നുന്നു. അതെ, ലാൻഡിംഗ് ആണ്. സ്ലോ ഡൗൺ ചെയ്തത്. നമുക്ക് വീണ്ടും ആംബർ സിഗ്നൽ കിട്ടി. ഞാൻ പറഞ്ഞത് നമ്മുടെ മുന്നിലായിട്ട് 1634 ആയിട്ട് പോകുന്നുണ്ട്. ആദ്യം ഉരുട്ടി പോകുന്നൊരു ട്രെയിനാണുള്ളത്. അതിനാണ് ഇഷ്ടംപോലെ സ്റ്റോപ്പും ഉണ്ട്. അപ്പോൾ അവനും നമുക്കും സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവൻ ആലുവ നിർത്തിയെടുക്കുന്നവരെ നമ്മൾ നിൽക്കേണ്ടി വരും പുറത്ത്. ഈ കാണുന്നതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ കൊച്ചി എയർപോർട്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഡോർ അടയ്ക്കാൻ മറക്കരുത്. ഈ ഡോർ അല്പം ജാമാണ്, ഇത്തിരി പാടാണിത് അടയ്ക്കാനും തുറക്കാനൊക്കെ. ഒരു കൈയോടെ തുറക്കാൻ തന്നെ ഇമ്പോസിബിളാണ്. അപ്പോൾ ഡോർ അടയ്ക്കാൻ മറക്കരുത്. ഇപ്പുറത്തെ ഡോർ ഞാൻ തുറന്നായിരുന്നു. ഇത് നമുക്ക് അടച്ചിട്ട് നമ്മുടെ സീറ്റിലോട്ട് പോകാം. ഇപ്പം നമ്മളങ്ങനെ ആലുവ പാലം കടക്കുകയായി. ആ കാണുന്നതാണ് ആലുവ മണപ്പുറം. നല്ല വെളിച്ചമുണ്ടല്ലോ ഇവിടെ. മൊത്തത്തിലൊന്ന് മഞ്ഞ് പോലെ ഉണ്ട്. ഇത്തിരി സ്മോഗിയാണ്. അത് മിക്കവാറും പുകയായിരിക്കും. പുറത്തൊരു തണുപ്പൊന്നുമില്ല. ചെറിയ തോതിൽ മഴയുണ്ട്, ചെറുതായിട്ട്. ഭയങ്കരമായിട്ട് മഴയില്ല, ചെറുതായിട്ട് മഴയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാൽ 1634 എന്ന് പറഞ്ഞ സാധനം നമ്മുടെ തൊട്ട് മുന്നിൽ പോകുന്നുണ്ട്. അവനിപ്പോൾ ആലുവ വിട്ടിട്ടുണ്ട്. ആ വണ്ടി 50 മിനിറ്റ് ലേറ്റാണ്. അതായത് ഏകദേശം 1 മണിക്കൂറിനടുത്ത് ലേറ്റാണ്. അപ്പോൾ അവൻ്റെ ഡിലേ കാരണമാണ് നമുക്ക് ഈ പണി കിട്ടുന്നത്. നമ്മൾ ജസ്റ്റ് ആലുവ സ്റ്റേഷനോട്ട് കയറാം. നമ്മൾ ആലുവ സ്റ്റേഷൻ എൻട്രി ഒന്ന് കണ്ടേക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആലുവ സ്റ്റേഷനിലോട്ട് കയറുന്നു. ഞാൻ ഈ എൻട്രൻസ് എൻ്റെ അറിവിൽ ഞാൻ ഇതുവരെ ഈ ചാനൽ കാണിച്ചിട്ടില്ല. ഇവിടെയൊക്കെ നല്ലോണം ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി, നമ്മുടെ പുറകെ വരുന്ന ഗുരുവായൂർ എക്സ്പ്രസ്. അപ്പോൾ നമ്മളങ്ങനെ ആലുവ നിർത്തി. കറക്റ്റായിട്ട് ഷെൽട്ടർ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. നമ്മുടെ അപ്പുറത്തെ കോച്ചിലൂടെ ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. സമയം ഇപ്പോൾ 11:42. വണ്ടി ഏകദേശം 14 മിനിറ്റ് ലേറ്റാണിപ്പോൾ. അപ്പോൾ അങ്ങനെ 11:44 നമ്മൾ ആലുവയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നല്ല തിരക്ക് ഇവിടെ ഇറങ്ങേണ്ടി കേട്ടോ ഈ വണ്ടിയിൽ നിന്ന്. എനിക്കൊന്നും ഇതൊക്കെ നമ്മുടെ ഈ പാലക്കാട് സൈഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ആയിരിക്കും തോന്നുന്നു. എറണാകുളത്ത് നിന്നും ഹട്ടിയ വരെ പോകുന്ന എറണാകുളം ഹട്ടിയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ദർത്തിയാബ എക്സ്പ്രസ് വരുന്നുണ്ടെന്ന് പ്ലാറ്റ്ഫോം നമ്പർ 3 നമുക്കിവിടെ നിന്ന് പുറപ്പെട്ടത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാപ്ചർ ചെയ്യാം. ഈ വണ്ടിക്ക് ഇനി ഒരു 11 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു സ്റ്റോപ്പും കൂടി ഉണ്ട്. ഈ വണ്ടി എടപ്പള്ളി നിർത്തും. എടപ്പള്ളി കഴിഞ്ഞിട്ടാണ് ഇത് എറണാകുളം നോർത്തിലേക്ക് എത്തുന്നത്. ഞാൻ മിക്കവാറും എറണാകുളം നോർത്തോടുകൂടി നമ്മുടെ കവറേജ്, അതായത് എറണാകുളം ടൗണോടുകൂടി നമ്മുടെ കവറേജ് ഞാൻ അവസാനിപ്പിക്കും. പിന്നെ മിക്കവാറും കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ട്രിവാൻഡ്രം ക്യാപ്ചർ ചെയ്യാൻ സാധ്യതയുള്ളൂ.
മറ്റൊന്നുമല്ല, നമുക്ക് നാളെയും യാത്രയുണ്ട്. നാളെ പകൽ ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് എറണാകുളം ധർത്തി ആബ എക്സ്പ്രസ്. ഈ ധർത്തി ആബ എക്സ്പ്രസ് എന്ന് പറയുന്ന ഫുള്ള് AC 3 tier എക്കണോമിക് കോച്ചസ് മാത്രമുള്ളൊരു ട്രെയിനാണ്. നമ്മൾ ഹൈവേക്ക് പാരലായിട്ടുണ്ട്. ഇത് കൊച്ചി മെട്രോയുടെ പിയേഴ്സാണ്, കൊച്ചി മെട്രോയുടെ വയഡക്റ്റാണിത്. ഓപ്പോസിറ്റ് ലൈനിലൊരു പച്ചയുണ്ട്, അത് നമ്മുടെ മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് ആണ്. അതിന് എടപ്പള്ളി സ്റ്റോപ്പിലാണ്. അത് എടപ്പള്ളിയിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പം നമ്മൾ ലൂപ്പിലോട്ട് കയറുന്നു, അവൻ ലൂപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ ആ പോകുന്നതാണ് മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്. നമ്മൾ ഈ വണ്ടിയിൽ ഒരിക്കലും മധുരൈ ടു ഗുരുവായൂർ N20 യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഓപ്പോസിറ്റിൽ ആക്ച്വലി ഞാൻ ഇരിങ്ങാലക്കുട ടു ചെങ്കോട്ട ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഗുരുവായൂർ ടു ഗുരുവായൂർ ടു മധുരൈ നമുക്കൊരു N20 ട്രിപ്പ് അടിക്കണതിനകത്ത്. അപ്പോൾ നമ്മളങ്ങനെ എടപ്പള്ളി സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. എടപ്പള്ളി സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ള ഒരു കാലത്ത് സ്റ്റോപ്പുള്ള ഏക എക്സ്പ്രസ് ട്രെയിൻ ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ മധുര ഗുരുവായൂർ പോലത്തെ വണ്ടികളും എക്സ്പ്രസ് ആയപ്പോൾ സ്റ്റോപ്പുള്ള എക്സ്പ്രസ് വണ്ടികൾ ഒന്ന് കൂടുതലായി. അപ്പോൾ ജസ്റ്റ് എടപ്പള്ളി സ്റ്റേഷനിലോട്ട് കയറുന്നു. പണ്ട് ഞാൻ അമൃതയിൽ പഠിക്കുന്ന കാലത്ത് അവിടെ അമൃത ക്യാമ്പസിൽ ഈ ട്രെയിനിൻ്റെ ടൈം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അമൃത എക്സ്പ്രസ് ആണ് അമൃത ക്യാമ്പസിന് തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ നിർത്തുന്നത് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസിലുള്ള ആൾക്കാരൊക്കെ പ്രസ്റ്റീജിയസ് ട്രെയിനായിരുന്നു ഇത്. ഇതാണ് എടപ്പള്ളി സ്റ്റേഷൻ ബിൽഡിങ്. ഇത് ആക്ച്വലി ഏതോ ഒരു കമ്പനി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് പണിത് കൊടുത്ത സ്റ്റേഷനാണ്. അപ്പോൾ അതിൻ്റേതായ ഭംഗിയുണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ വിൻഡോയിൽ അത് അമൃത ഹോസ്പിറ്റലിലുള്ള ക്യാഷ് കൗണ്ടറിൻ്റെയൊക്കെ ഒരു ഡിസൈനാണത്. ഞാൻ പറയുന്നത് കുറച്ച് കാലം മുമ്പിലത്തെ ആട്ടോ. ഇപ്പോഴത്തെ ഡിസൈൻ അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ പഠിച്ചിറങ്ങിയ പിന്നെ ഞാൻ അധികം പ്രാവശ്യം ക്യാമ്പസിലോട്ട് അങ്ങ് തിരിച്ചു പോയിട്ടില്ല. അപ്പം നമ്മളങ്ങനെ എടപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞു. 11 മണിക്ക് നേരത്തെ കഴിഞ്ഞു. 11:57. 12 മണിയാവാൻ പോകുന്നു. ഇതൊരു 1 minute ഹോൾട്ടാണ്. പക്ഷേ ഹോൾട്ട് 1 minute ഉള്ളൂ എന്നുണ്ടെങ്കിലും ഈ ലൂപ്പിൽ കയറി ഇറങ്ങാൻ സമയം കുറേ വേണം. ഇവിടുന്ന് കയറാനും യാത്രക്കാരുണ്ട് കേട്ടോ. ഐ എം ക്വൈറ്റ് സർപ്രൈസ്ഡ്. ഇപ്പോൾ ഓണം വെക്കേഷൻ കൊണ്ട് എന്തായാലും ആളുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് എടപ്പള്ളി സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. നമ്മളിവിടെ വെച്ച് ഏതെങ്കിലും ഒരു ട്രെയിനെ ക്രോസ് ചെയ്യുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഗുരുവായൂർ എക്സ്പ്രസ് പോയിട്ടുള്ളൂ. കുറച്ച് സമയം കൊണ്ട് എടുക്കും ഇനി വണ്ടി വരാൻ. അതിന് തൊട്ട് പുറകെ മാവേലിയൊക്കെ വരാനുണ്ട്. അപ്പം നമ്മളങ്ങനെ എടപ്പള്ളിയിൽ നിന്ന് എടുക്കുകയായി. ഇപ്പുറത്തെ സൈഡിലെ മാവേലി വരാനുണ്ട്. ഞാനിപ്പോൾ വേറസ് മെട്രിൽ നോക്കിയപ്പോൾ മാവേലി 1 kilometer ടു എടപ്പള്ളിയിൽ നിന്ന് കാണിച്ചു. അതുകൊണ്ടെന്നാൽ പിന്നെ ഈ സൈഡ് തന്നെ പിടിച്ചേക്കാം, പ്ലാറ്റ്ഫോം സൈഡ് പിടിക്കുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ ആ കാണുന്ന ടോൾ ബിൽഡിങ്ങാണ് അമൃതയുടെ മെഡിക്കൽ കോളേജ് ബിൽഡിങ്. അപ്പോൾ ഞാൻ എന്തായാലും എറണാകുളം ടൗൺ സ്റ്റേഷൻ വരെ ഉറപ്പായിട്ടും കവർ ചെയ്യും. എറണാകുളം ടൗൺ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും കിടന്ന് ഉറങ്ങും. കാര്യം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കോട്ടയത്തെ സ്റ്റോപ്പുള്ളൂ. അത്രയും നേരം എന്തായാലും ഉണർന്നിരിക്കത്തില്ല, ഉറങ്ങിപ്പോവും. കോട്ടയം കഴിഞ്ഞാൽ പിന്നെ ചെറുപുഴ സ്റ്റോപ്പുള്ളൂ, അറിയാമല്ലോ. അതാണ് മാവേലി എക്സ്പ്രസ്. 22809 ആണ് ലോക്കോ നമ്പർ. ജനറലിലെ തിരക്ക് ക്യാമറയിൽ പതിഞ്ഞോ എനിക്കറിയില്ല. സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റേയും ഡോറിനടുത്തൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്.
കുറ്റം പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് ഈ സൈഡിൽ നിന്ന് മലബാറിലോട്ട് കണക്ടിവിറ്റി വളരെ മോശമാണ്. പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞാൽ ആ നേത്രാവതി എക്സ്പ്രസ് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ തീരില്ല മലബാറിലേക്ക്. പിന്നെ ഉള്ളതൊക്കെ മറ്റേ കണ്ണൂർ വരെയാണുള്ളത്. കണ്ണൂർ എക്സിക്യൂട്ടീവ് ആണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മാവേലിയും മലബാറും ഒക്കെ ഉള്ളൂ. അപ്പോൾ യാത്രക്കാർക്ക് കാര്യമായിട്ട് ഓപ്ഷൻസ് ഇല്ല. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ റെയിൽവേനെ അഡീഷണൽ ട്രെയിൻസ് ഓടിക്കുന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം നോർത്ത് അഥവാ എറണാകുളം ടൗൺ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മുമ്പ് പച്ചാളം ഭാഗത്തെ റോഡാണ് പാരലായിട്ട് കാണുന്നത്. ഇവിടെ അടുത്തായിട്ടാണ് ലൂർദ് ഹോസ്പിറ്റൽ വരിക. നമ്മുടെ നാറ്റം എക്സ്പ്രസ്, അതായത് വിവേക് എക്സ്പ്രസ് ഇപ്പോൾ എറണാകുളം നോർത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. എറണാകുളം ടൗണിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവണം. അപ്പോൾ അതിന് നമ്മൾ ക്രോസ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രശസ്തമായ ലൂർദ് ആശുപത്രി, ലൂർദ്സ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മളിപ്പോൾ അധികം താമസിച്ചത് എറണാകുളം ടൗൺ സ്റ്റേഷനിലോട്ടുള്ള ലൂപ്പിലേക്ക് പ്രവേശിക്കും. ഒരു 15 km/h ലൂപ്പാണ്. നമ്മൾ പതുക്കെ ക്രോൾ ചെയ്ത് വേണം കയറാൻ. ഇവിടെ ഇറങ്ങാൻ ആളുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലെ ഡോറിലോട്ട് കിടക്കാൻ കഴിയുന്നില്ല. എന്തായാലും എനിക്ക് വിവേക് എക്സ്പ്രസ് ഒന്ന് കാണണം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനായ വിവേക് എക്സ്പ്രസ്, കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ് ആണ് ഈ ഓപ്പോസിറ്റ് ലൈനിൽ പുറത്തോട്ട് ഇറങ്ങുന്നത്. 37436 ആണല്ലോ അപ്പോൾ ഈ റോഡിൻ്റെ. വിവേക് എക്സ്പ്രസ്സിന് ജനറലൊക്കെ ഫുള്ളായി കഴിഞ്ഞു. നമ്മൾ ലൂപ്പിൽ കയറി കഴിഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ തീരെ വിവേകമില്ലാതെ വിവേക് എക്സ്പ്രസ് പുറത്തോട്ട് ഇറങ്ങി പോകുന്നു. നമ്മൾ എറണാകുളം ടൗൺ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 കയറിയിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് മലബാർ എക്സ്പ്രസ് ഓൾറെഡി കയറി വരുന്നുണ്ട്. വിവേക് എക്സ്പ്രസ് പോകാൻ കാത്ത് ഇറക്കുമായിരുന്നു പുറത്ത്. അത് ജസ്റ്റ് കയറി വരുന്നു ഉള്ളിലോട്ട്. അപ്പോൾ മലബാറും കൂടി കണ്ടിട്ടപ്പോൾ നമുക്ക് എറണാകുളം ടൗണിൻ്റെ പ്ലാറ്റ്ഫോം കാണാം. നമ്മൾ 12:13 ആയപ്പോഴേക്കും എറണാകുളം എത്തിയിട്ടോ. നല്ല തിരക്കൊടുന്ന് കയറാൻ റിസർവിലോട്ടൊക്കെ. അപ്പോൾ മലബാർ എക്സ്പ്രസ് കയറി വരുന്നു. ഓ, ഇവന് വാപ്പ് 7 പൊളിച്ച്. ഈ റോഡ് ഷെഡിൻ്റെ 39123 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ജനറൽ മാവേലിയെക്കാട്ടും മോശം അവസ്ഥ. അപ്പോൾ ഇതായിരിക്കും മിക്കവാറും ഇന്ന് രാത്രി നമ്മുടെ അവസാനത്തെ സ്പോട്ടിങ് കേട്ടോ. ഇനിയിപ്പോൾ എറണാകുളം ടൗൺ വിട്ടാൽ ഞാൻ നേരെ കിടന്നുറങ്ങാൻ പോകും. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. നമുക്ക് കോട്ടയം എത്തുകയാണെന്നുണ്ട്, ഉണരുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു ആഗ്രഹം നമ്മളൊരു കൊല്ലമൊക്കെ എത്തുമ്പോഴേക്ക് എണീക്കണം എന്നാണ്. കാര്യം ഇതിപ്പോൾ ഇത് കഴിഞ്ഞാലും കോട്ടയം കഴിഞ്ഞാലും ചറപറ സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. സ്റ്റാർട്ടർ ആംബർ കാണാൻ എനിക്ക്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയത്താണ് അടുത്ത സ്റ്റോപ്പ്.
കോട്ടയം കഴിഞ്ഞാൽ പിന്നെ ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി, കൊല്ലം ആണ് നമ്മുടെ സ്റ്റോപ്പുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ വർക്കല ഉണ്ടെന്ന് തോന്നുന്നു, കഴക്കൂട്ടമുണ്ട്, പിന്നെ തിരുവനന്തപുരം സെൻറ്ററാണ്. ഇൻട്രസ്റ്റിംഗ്ലി തിരുവല്ലയിൽ വണ്ടിക്ക് സ്റ്റോപ്പില്ല. അതെങ്ങനെ തിരുവല്ല രക്ഷപ്പെട്ടെന്ന് എനിക്കറിയില്ല. തിരുവല്ലയിൽ വണ്ടിക്ക് സ്റ്റോപ്പില്ല. അപ്പോൾ നമ്മളങ്ങനെ 12:20 നമ്മൾ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്നും യാത്ര തുടങ്ങിയിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടത്തോടുകൂടി ഞാൻ ഈ നൈറ്റ് കവറേജ് ബ്രേക്ക് എടുക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. നമുക്കിനി കോട്ടയത്ത് ഞാൻ ഉണരുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയം കാണിച്ചു തരാം. അതുപോലെ ഞാൻ ഏത് സ്റ്റേഷൻ ഉണരുന്നോ ആ സ്റ്റേഷനിലേക്ക് കാണിച്ചു തരാം. ബട്ട് അതർവൈസ് നമ്മളിനി മിക്കവാറും തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഉണരാൻ സാധ്യത എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ എറണാകുളം ടൗണിൽ നിന്നും യാത്ര പുറപ്പെട്ടു. നൈറ്റ് വിഷ്വൽസ് ആണ്, എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഇതാണ് പുതിയ MLCP മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എറണാകുളം നോർത്തിലെ, എറണാകുളം ടൗണിലെ. അപ്പുറത്ത് പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങും പൊങ്ങി വരുന്നുണ്ട്. വർക്ക് അത്യാവശ്യം സ്പീഡ് നടക്കുന്നുണ്ട് കേട്ടോ. വലിയ സ്പീഡൊന്നുമില്ല, നല്ല അത്യാവശ്യം സ്പീഡുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സുഹൃത്തുക്കളെ സമയം ഇപ്പോൾ 1:21. നമ്മൾ കോട്ടയം സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കോട്ടയത്ത് ഞാൻ അതുകൊണ്ട് എനിക്ക് വന്ന് ഈ സ്റ്റേഷനോട് ഡിപ്പാർച്ചറൊക്കെ കാണിച്ചേക്കാമെന്ന് വെച്ചു. എനിക്ക് കാണാൻ പറ്റുന്ന സിഗ്നൽ റെഡാണ്. എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടുത്തെ പഴയ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്ന പൊളിച്ച് കളയുന്നത്. മഴ ചാറുന്നുണ്ട് ഇപ്പോഴും. ഒരു പഴയ ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നത് പൊളിച്ച് കളയുന്നതാണ്. അതിൻ്റെ മുകളിലൊരു കുബോട്ടയുടെ ബക്കോളോ ലോഡറൊക്കെ കയറി പൊളിക്കുന്നുണ്ട്. വണ്ടി അല്പം ലേറ്റാണ് ഇപ്പോഴും. ഇതാണ് സ്റ്റേഷൻ്റെ മറുപുറം. ഇവിടെ ഇപ്പോൾ സമയം 1:22 ഇവിടുത്തെ ക്ലോക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെയും അമൃത് ഭാരത് പോലത്തെ എന്തൊരു വർക്ക് നടക്കുന്നുണ്ട്. അവിടെ പഴയ ഫുട് ഓവർ ബ്രിഡ്ജ് പൊളിച്ചു കളഞ്ഞിട്ട് റൂഫിംഗ് ഒക്കെ നന്നാക്കുന്നുണ്ട്. ഞാൻ എക്സ്റ്റേണൽ മൈക്ക് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഓൺ ബോർഡ് ക്യാമറ മൈക്കിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത്. നമ്മുടെ സ്റ്റാർട്ടറായി പച്ച കാണാം, മെയിൻ ലൈൻ ഡിപ്പാർച്ചറാണ്. ഇപ്പോൾ കോട്ടയത്ത് ഒത്തിരി ആൾക്കാർ ഇറങ്ങിയിട്ട്, ഒരുപാട് ആൾക്കാർ ഇറങ്ങി കോട്ടയത്ത്. ഈ വണ്ടിയിൽ അത്യാവശ്യം സീറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം ഒരുപാട് പേര് മറ്റേ അൺറിസർവ് ടിക്കറ്റ് കൊണ്ടുവന്നപ്പോൾ 3rd AC അപ്ഗ്രേഡ് ചെയ്ത് മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്ന് സെക്ഷണൽ സീറ്റ്സ് ഇഷ്ടം പോലെ കാലിയുണ്ടെന്ന് തോന്നി ഇതിനകത്ത്. നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിൻ്റെ റേക്കാണ്. D2 കോച്ച് ബോർഡ് കാണാം. ഇതിന് റിസർവേഷൻ ആരംഭിച്ച പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇതിനകത്ത് എൻഡ് ടു എൻഡ് ഒരു ട്രിപ്പ്, അതായത് കോട്ടയം നിലമ്പൂരോ അല്ലെങ്കിൽ നിലമ്പൂർ കോട്ടയം ഏതെങ്കിലും ഒരു ട്രിപ്പ് അടിക്കണമെന്ന് ആലോചിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ നമുക്കതങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല. നമുക്കിനി ഒന്ന് ചെയ്യണം. ഇപ്പോൾ 2 റിസർവ്ഡ് ചെയർകാർ കോച്ചസ് ഉണ്ട്, D1 D2. എന്ത് ബെഞ്ച് കട, എന്തോരം ബെഞ്ചസ് ഇത്തിരി സ്ഥലത്ത്. അപ്പോൾ ഈ കിടക്കുന്നത് നിലമ്പൂരിൽ നിന്ന് വന്ന വണ്ടിയാണ്. നാളെ ഇത് കോട്ടയം കൊല്ലം പാസഞ്ചറായിട്ട് പോകും. ഞാനിത് പറയാനുള്ള കാരണം എന്താ, അവിടെ ലോക്കോ ഇങ്ങേറ്റത്ത് കിടക്കുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നിലമ്പൂർക്ക് പോകാനുള്ള വണ്ടി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലുണ്ടാവും. ഇതിപ്പോൾ പ്ലാറ്റ്ഫോം 3 നടക്കുന്നത്. നിലമ്പൂർക്ക് പോകുന്ന വണ്ടി മിക്കവാറും 4 കിടക്കുന്നുണ്ടാവും. അപ്പോൾ 22568 ആരക്കോണത്തിൻ്റെ ലോക്കമാണ്. അപ്പോൾ അങ്ങനെ കോട്ടയം കഴിഞ്ഞു. നമുക്കത് വീണ്ടും കിടക്കാം. നമ്മൾ വന്ദേ ഭാരതിലൊക്കെ കയറുമ്പോൾ ടോയ്ലറ്റിൻ്റെ റിവ്യൂ ചെയ്യാറുണ്ട്. സാധാരണ വണ്ടികൾ എന്താ റിവ്യൂ ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ICS ബിൽഡ് കോച്ചാണ്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ്. ഇത് വെസ്റ്റേൺ ടോയ്ലറ്റാണ്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ്. നല്ല ക്ലീനാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല നിലാവ്, ഇപ്പുറത്ത് വെള്ളമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ചങ്ങനാശ്ശേരിയിലേക്ക് അടുക്കുന്നു. അപ്പോൾ നമ്മൾ ദാണ്ട് ചങ്ങനാശ്ശേരിയിലേക്ക് എത്തുകയാണ്. അതാണ് ചങ്ങനാശ്ശേരി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസർ. നമ്മളങ്ങനെ ചങ്ങനാശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഇവിടെ ഈ സ്ട്രെച്ചിൽ ഓപ്പോസിറ്റ് നമുക്ക് ക്രോസിങ്സ് ഒന്നും വരാനില്ല. കാര്യം ട്രിവാൻഡ്രത്തു നിന്നുള്ള ലാസ്റ്റ് ട്രെയിൻ ഓഫ് ദ ഡേ ഓൾറെഡി പോയി കഴിഞ്ഞു, അത് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് പാലരുവിയാണ്, കൊല്ലം സൈഡിൽ നിന്ന് വരുന്നത്. അതുവരെ വേറെ വണ്ടിയൊന്നുമില്ല. ഇപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ ബ്ലോക്ക് ടൈമാണ്, മെയിൻ്റനൻസ് ബ്ലോക്കിൻ്റെ ടൈം വന്നു, അതിൽ വണ്ടികളൊന്നുമില്ല ഇപ്പോൾ. ഇപ്പോൾ സമയം ഇപ്പോൾ 1:44 നമ്മൾ ചങ്ങനാശ്ശേരി സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 3 എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ കാര്യമായിട്ട് ആരും തന്നെ ഇല്ല, കാലിയാണ്. സ്റ്റേഷനൊക്കെ കാലിയാണ്. നമ്മുടെ ടി ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട്, ടി എപ്പോൾ ഇതുവഴി കടന്നു വരും ഞാൻ ഡോറിനടുത്തുണ്ട്. അപ്പോൾ ടി വിചാരിക്കേണ്ടാവും ഇയാൾക്ക് പ്രാന്താണോന്ന്. കാര്യം RACയിൽ ഉണ്ടായിരുന്ന ടിക്കറ്റാണ്. ടിക്കറ്റ് കൺഫേം ആകുമോയെന്ന് ഞാൻ ചോദിച്ചില്ല. കൂടുതൽ ആൾ എവിടം വരെയാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ലാണ്ട് ടിക്കറ്റ് ഇപ്പോൾ കൺഫേം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഒരാൾ എനിക്ക് 60 നമ്പർ സീറ്റ് അലോട്ട് ചെയ്യായിരുന്നു. സീറ്റൊക്കെ കിട്ടിയിട്ട് ഉറങ്ങുന്നതിന് വരെ രാത്രി മൊത്തം ക്യാമറ കൊണ്ട് നടക്കുകയാണ് ഞാൻ. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി പച്ചയാണ്, വണ്ടി ഇപ്പോൾ ഉടനെ എടുക്കുമായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പുറപ്പെടുകയായി. സമയം ഇപ്പോൾ 1:46. നമ്മുടെ മുന്നേ വന്ന് 6348 ഇപ്പോൾ അത്യാവശ്യം ഡിലേ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിനടുത്ത് ലേറ്റാണത്. അവനിപ്പോൾ ചെങ്ങന്നൂർ പാസ്സായി. അതുകൊണ്ട് നമുക്കിപ്പോൾ ചെങ്ങന്നൂർ വരെ നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ഒന്നിടണോ കടിച്ച് പിടിച്ചങ്ങ് പോകും. നമുക്കിനി സ്റ്റോപ്പില്ല, നമുക്ക് തിരുവല്ല സ്റ്റോപ്പില്ല. ചങ്ങനാശ്ശേരി കഴിഞ്ഞാൽ പിന്നെ ചെങ്ങന്നൂരാണ് ഈ വണ്ടിക്ക് സ്റ്റോപ്പുള്ളത്. ചെങ്ങന്നൂർ ഞാൻ കാണിക്കാൻ വരില്ല കേട്ടോ. കാര്യം ചെങ്ങന്നൂർ പിന്നെ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും കടിച്ച് പിടിച്ച് കിടക്കും. കാര്യം എങ്ങനെയെങ്കിലും കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവത്തില്ല. നാളെ നമുക്ക് തിരുവനന്തപുരം എത്തിയിട്ട് ആക്ച്വലി എനിക്ക് കുറച്ച് പണിയുണ്ട്, അപ്പോൾ കിടന്ന് ഉറങ്ങാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ചങ്ങനാശ്ശേരി സ്റ്റേഷൻ കഴിഞ്ഞു. ഞാൻ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊല്ലം മുതൽ ഞാൻ കാണിക്കും. അതുവരെ ഞാൻ എന്തായാലും കിടക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ചെങ്ങന്നൂർ നിർത്തിയിട്ട് വണ്ടി വിടുന്നു. സമയം ഇപ്പോൾ 2:05. അപ്പോൾ വണ്ടിയുടെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുക കേട്ടോ. ഞാൻ വണ്ടി വന്ന് നിന്നേ പിന്നെ ഞാൻ ഉണർന്നത്, ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡോറിലേക്ക് വന്നപ്പോഴേക്കും വണ്ടി കായംകുളത്ത് നിന്ന് പുറപ്പെട്ടു. നമ്മളങ്ങനെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. കായംകുളം ജംഗ്ഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പം 4:48. ഒരു 4:46 ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാനിക്കുകയാണ്. ഇതാണ് നമ്മളിട്ട് ഉരുട്ടിയ വണ്ടി. നമ്മുടെ മുന്നിൽ കിടന്ന് ലേറ്റായിട്ട് ഓടിയത്. അവൻ ലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ചെയ്തത്. ഇപ്പുറത്തേക്ക് കിടക്കുന്നതാണ് നമ്മൾ വന്ന വണ്ടി. അപ്പോൾ ഈ ചെറിയ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ നൈറ്റ് യാത്ര വിഷ്വൽസ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നൈറ്റ് യാത്ര ചെയ്യാത്ത ഒരാളാണ്, നൈറ്റ് യാത്ര വിഷ്വൽസ് ചെയ്യാത്ത ഒരാളാണ്. ഒരുപാട് ചെയ്തു. കായംകുളം കഴിഞ്ഞിട്ടാണ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയത്. ചെറുതായിട്ട് കൊല്ലം എത്തിയതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷേ ആ ഉറക്കത്തിൻ്റെ ഇതിൽ ഞാൻ പിന്നെ എനിക്കില്ല. അപ്പം നമ്മളങ്ങനെ ട്രിവാൻഡ്രം എത്തി. വണ്ടി ബിഫോർ ടൈമാണ്. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ വീഡിയോയുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ ലൈക്സ് ഒക്കെ ചെയ്യാം.
പിന്നെ നമ്മുടെ ചാനൽ പുതിയതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എന്താ പറയുക, മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞ ഉടനെ ഒരു അടിപൊളി യാത്ര തുടങ്ങാൻ പോവാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഒരു സൂപ്പർ യാത്ര നമ്മളിവിടെ തുടങ്ങാൻ പോവാണ്. നമ്മുടെ ചാനൽ ഒരുപാട് പേരുടെ ചോദിക്കുന്നൊരു വീഡിയോ ആണ്. നിങ്ങളൊക്കെ കൈകഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. This is Binay Shankar signing off from Platform 7. See you very soon in the very next video. Until then, bye-bye.